ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക മാത്രമല്ല, റമളാൻ മാസത്തിലെ രാവുകളിൽ രാത്രികളിൽ ആരെങ്കിലും തഹജ്ജുദ് നമസ്കരിച്ചാൽ, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ, ഖിയാമുർ റമളാൻ നിർവഹിച്ചാൽ, അതും എങ്ങനെ? നേരത്തെ പറഞ്ഞ രണ്ട് ഷർത്തുകളോടുകൂടി, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ആരെങ്കിലും ചെയ്താൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അപ്പോൾ നമ്മളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധ്യതയുള്ള മാസമാണ് റമളാൻ. ആ റമളാനിലെ നോമ്പും ആ റമളാനിലെ ഖിയാമുൽ ലൈൽ നമസ്കാരവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സ്വീകരിക്കും. മാത്രമല്ല, മറ്റൊരു സഹീഹായ ഹദീസിൽ ലില്ലാഹി ഫീഹി ലൈലത്തുൻ, റമളാൻ മാസത്തിൽ അല്ലാഹുവിന് ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ആ ഒരൊറ്റ രാത്രിക്ക് പ്രാധാന്യമുണ്ട്. 1000 മാസങ്ങളെക്കാൾ ആ ഒരൊറ്റ രാത്രിക്ക് പ്രാധാന്യമുണ്ട്. 12 മാസമാണ് ഒരു വർഷം. അപ്പോൾ 1000 മാസം എത്ര വർഷം എന്ന് ആലോചിച്ചാൽ നമ്മുടെ ആയുസ്സുമായിട്ടുള്ള അതിന്റെ ബന്ധം നമുക്ക് അളക്കാൻ സാധിക്കും. 1000 മാസം എത്ര വർഷമാണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി, ആ രാത്രിയുള്ളത് ഏത് മാസത്തിലാണ്? റമളാൻ മാസത്തിലാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആ ലൈലത്തുൽ ഖദറിന്റെ, അതല്ലെങ്കിൽ 1000 മാസങ്ങളുടെ ശ്രേഷ്ഠതയുള്ള ആ രാവ് ആർക്കെങ്കിലും നഷ്ടപ്പെട്ടാൽ ഫഖദ് ഹുരിമ, അയാൾ എല്ലാ ഖൈറുകളും നഷ്ടപ്പെട്ടവനാണ്. മറ്റൊരു റിവായത്തിലുള്ളത് ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു, എല്ലാ ഖൈറും നഷ്ടപ്പെടുത്തിയവനാണ്, എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തിയവനാണ്, എല്ലാ തൗഫീഖും നഷ്ടപ്പെടുത്തിയവനാണ്. റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെ നഷ്ടപ്പെടുത്തിയവൻ, അത് നിഷിദ്ധമാക്കപ്പെട്ടവൻ, അത് ഹറാമാക്കപ്പെട്ടവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. മാത്രമല്ല, പ്രവാചകൻ ഇത്ര കൂടി പറഞ്ഞു, വലാ യുഹ്റമു ഖൈറഹാ ഇല്ലാ മഹ്റൂമുൻ, മഹാദൗർഭാഗ്യവാനല്ലാതെ, വലിയ ഭാഗ്യം കെട്ടവനല്ലാതെ, ജീവിതത്തിലെ ഏറ്റവും വലിയ മഹ്റൂമായ തടയപ്പെട്ട പരാജയക്കാരനല്ലാതെ റമളാൻ മാസത്തിലെ ഈ രാത്രി നഷ്ടപ്പെടുകയില്ല എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇപ്രകാരം മനുഷ്യന്റെ എല്ലാ ഖൈറുകളും ഒറ്റ രാത്രി കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന ലൈലത്തുൽ ഖദ്ർ എന്ന അനുഗ്രഹീതമായ രാത്രിയുള്ളതും നമ്മൾ ഈ പറഞ്ഞ റമളാൻ മാസത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫഉംറത്തുൻ ഫീ റമളാൻ തഖ്ളി ഹജ്ജ ഔ ഹജ്ജത മഈ, റമളാൻ മാസത്തിൽ നിങ്ങൾ ഒരു ഉംറ ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇതൊക്കെ റമളാൻ മാസത്തിന്റെ ചില സവിശേഷതകളാണ്, ചില ഖൈറാത്തുകളാണ്, ചില ഫളായിലുകളാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്, അതാകും ശഹ്റു റമളാൻ ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ ഒരു മാസം ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. മുബാറക്കായ, അനുഗ്രഹീതമായ, പരിപാവനമായ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാസമാണ് റമളാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിലെന്ന് റമളാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റമളാനെ വരവേൽക്കുമ്പോൾ നമ്മളുടെ വീട്ടിൽ സാധാരണഗതിയിൽ കയറി വരുന്ന ഏതെങ്കിലും ഒരു മെമ്പറെ സ്വാഗതം ചെയ്ത് പറഞ്ഞയക്കുന്നത് പോലെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏതെങ്കിലും ഒരു അതിഥിയെ സ്വാഗതം ചെയ്ത് പറഞ്ഞയക്കുന്നത് പോലെ സ്വാഗതം ചെയ്ത് പറഞ്ഞയക്കേണ്ട ഒരു സംഗതിയല്ല റമളാൻ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ റമളാനിനെ കൃത്യമായി വരവേൽക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധ റമളാൻ മാസത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഫضലുകളെക്കുറിച്ചും ധാരാളമായി നമുക്ക് സംസാരിക്കാൻ സാധിക്കുമെങ്കിലും സമയദൈർഘ്യം ഭയന്നുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കുന്നില്ല. ഹദീസിലും ഖുർആനിലും വന്ന ചില ശ്രേഷ്ഠതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. ഈ ശ്രേഷ്ഠതകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം പരിശുദ്ധ റമളാൻ മാസത്തെ ഞാനും നിങ്ങളും വരവേൽക്കേണ്ടത്. അതുപോലെ തന്നെ റമളാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത ആ റമളാൻ മാസത്തിലെ നോമ്പാണ്. ഫമൻ ഷഹിദ
മിൻകുമുശ് ശഹ്റ ഫൽയസും. ആരെങ്കിലും ആ റമളാൻ മാസത്തിൽ ഷാഹിദാണെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ, രോഗമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, യാത്രക്കാരനല്ലെങ്കിൽ ഫൽയസുമുഹു, ആ മാസം മുഴുവൻ അയാൾ നോമ്പ് നോൽക്കട്ടെ. ഫൽയസുമുഹു എന്ന് പറഞ്ഞാൽ അത് ഷഹ്റിലേക്കാണ് മടങ്ങുന്നത്. അഥവാ റമളാൻ മാസം മുഴുവൻ അവരെന്ത് ചെയ്യട്ടെ? നോമ്പനുഷ്ഠിക്കട്ടെ. റമളാനിനെ വരവേൽക്കുമ്പോൾ നോമ്പിനെ കുറിച്ചുള്ള ഓർമ്മ എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ റമളാനിനെ നാം സ്വാഗതം ചെയ്യുമ്പോൾ, നാം വെൽക്കം ചെയ്യുമ്പോൾ എന്താണ് നോമ്പ് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് എന്നത് ഒരു പരിചയാണ്. കജുന്നതി അഹദികും മിനൽ ഖിതാൽ, യുദ്ധത്തിൽ നിങ്ങൾ പരിചയം ഉപയോഗിക്കാറില്ലേ? യുദ്ധത്തിൽ നിങ്ങൾ പരിചയം ഉപയോഗിക്കാറില്ലേ? നിങ്ങളുടെ നേരെ വരുന്ന അമ്പുകളെ, നിങ്ങളുടെ നേരെ വരുന്ന വാളുകളെ, നിങ്ങളുടെ നേരെ വരുന്ന കുന്തത്തെ, നിങ്ങളുടെ നേരെ വരുന്ന ശത്രുവിന്റെ ആക്രമണങ്ങളെ തടയുവാൻ വേണ്ടി യുദ്ധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പരിച പോലെ നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അസ്സലാമു ജുന്നത്തുൻ മിനന്നാർ, തീർച്ചയായും നോമ്പ് നരകത്തിൽ നിന്ന് നിങ്ങളെ തടുക്കുന്ന പരിചയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഒരു സത്യവിശ്വാസിയെ നരകത്തിൽ നിന്ന് ബഹുദൂരം അകറ്റുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, എല്ലാ തിന്മകളിൽ നിന്നും അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, എല്ലാ മോശമായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും അവനെ തടയുന്നതെന്തോ അതാകുന്നു നോമ്പ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫലാ യർഫുസ് വലാ യജ്ഹൽ, മോശമായ പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്, വിഡ്ഢിത്തങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. വഇൻ ഇംറുഉൻ ഖാതലഹു ഔ ശാതമഹു ഫലിയഖുൽ ഇന്നി സായിമുൻ മർറതൈൻ, ആരെങ്കിലും നിങ്ങളോട് ശണ്ട കൂടാൻ വന്നാൽ, ആരെങ്കിലും നിങ്ങളെ ചീത്ത പറയാൻ വേണ്ടി വന്നാൽ നിങ്ങൾ എന്ത് പറയണം? ഞാൻ നോമ്പുകാരനാണ് എന്ന് 2 തവണ ആവർത്തിച്ച് ആ ശണ്ടയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. മാത്രമല്ല നോമ്പുകാരന്റെ വായയുടെ മണം ലഖലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, കടുത്ത കസ്തൂരിയുടെ സുഗന്ധത്തേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വലിയ സുഗന്ധമുള്ള വായയായിരിക്കും നോമ്പുകാരന്റെ വായ എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നോമ്പുകാരന് നൽകുന്ന മഹത്വത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് ഖുദ്സിയായ ഹദീസാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് ഇത്ര കൂടി പറഞ്ഞു, വസ്സൗമു ലീ വഅന അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം നൽകുന്നതും ഞാൻ തന്നെയായിരിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക്, തന്റെ ദാത്തിലേക്ക് ചേർത്തു പറഞ്ഞ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നത്. അതുകൊണ്ട് തന്നെ നോമ്പിനെ വരവേൽക്കുമ്പോൾ, റമളാൻ മാസത്തെ വരവേൽക്കുമ്പോൾ നോമ്പിന്റെ ഈ ശ്രേഷ്ഠതയും നോമ്പിന്റെ ഈ പ്രത്യേകതയും നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നോമ്പിന്റെ പ്രാധാന്യവും റമളാനിന്റെ ശ്രേഷ്ഠതയും ശരിക്കും ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് മാത്രമാണ് സഹോദരങ്ങളെ റമളാനിനെ കൃത്യമായി വരവേൽക്കുവാനും ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണത്? പരിശുദ്ധ റമളാൻ മാസത്തിന് ഒരു മഖ്സദുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. നോമ്പിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ 1000 റമളാനുകളെ വരവേൽക്കാനുള്ള സൗഭാഗ്യം ജീവിതത്തിൽ ലഭിച്ചാലും പരലോകത്ത് അതുകൊണ്ട് നമുക്ക് യാതൊരു നേട്ടവും ഉണ്ടാവുകയില്ല. നോമ്പിന് ഒരു ലക്ഷ്യമുണ്ട്. 1000 നോമ്പുകൾ ജീവിതത്തിൽ നോക്കാൻ അവസരം ലഭിച്ചാലും അത് നമുക്ക് ജീവിതത്തിൽ യാതൊരു നിലക്കും ഫലം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ റമളാനിനെ വരവേൽക്കുമ്പോഴും നോമ്പിനെ വരവേൽക്കുമ്പോഴും ഇതിന്റെ ലക്ഷ്യമെന്താണ്, അതിന്റെ ഉദ്ദേശമെന്താണ്, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറഞ്ഞത് യാ അയ്യുഹൽ ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ മാസത്തിന്റെ പ്രത്യേകത ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. എന്തിനാ ഖുർആൻ അവതരിച്ചത്? ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ,
ജനങ്ങൾക്കുള്ള സന്മാർഗ ദർശനമാണത്, ജനങ്ങൾക്കുള്ള ഹിദായത്താണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമായ ഖുർആനിന്റെ അവതരണം. ആ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് മറ്റൊരധ്യായമായ സൂറത്തുൽ ബഖറയിൽ, അതേ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, ഈ ഗ്രന്ഥം ഇതിൽ യാതൊരു സംശയവും വേണ്ടതില്ല, ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക് ഇത് സന്മാർഗദർശനമാകുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യമെന്നത് തഖ്വയുള്ള, ധർമ്മനിഷ്ഠയുള്ള, ധർമ്മബോധമുള്ള, പടച്ചറബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് സന്മാർഗദർശനം നൽകുക എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണ ലക്ഷ്യം. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കത് ഹിദായത്താണ്. നോമ്പിന്റെ ലക്ഷ്യമോ ഇതേ കാര്യം തന്നെ. നോമ്പിന്റെ ലക്ഷ്യമായും ഇതേ കാര്യമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, ജനങ്ങളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും അത് നിർബന്ധമായതുപോലെ. എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരുവാൻ വേണ്ടി, ധർമ്മനിഷ്ഠയുള്ള ആളുകളായി തീരാൻ വേണ്ടി. എന്താണ് തഖ്വ? മഹാനായ തൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയുകയുണ്ടായി, തഖ്വ എന്ന് പറഞ്ഞാൽ അമലുൻ ബിതാഅത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ്, പ്രവർത്തിക്കലാണ്. പടച്ചറബ്ബിനെ അനുസരിച്ച്, അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. തീർന്നില്ല, അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, അഥവാ വഹയിന്റെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ, വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കലാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യലാണ് തഖ്വ എന്നത്. തീർന്നില്ല, അതിന് മറ്റൊരു ഘടകം കൂടിയുണ്ട്. റജാ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ അത് ചെയ്യേണ്ടത്. അഥവാ നിങ്ങളുടെ നിയ്യത്ത് ശരിയായിരിക്കണം. പടച്ച റബ്ബിന്റെ റഹ്മത്ത്, സ്വർഗം, അവന്റെ പ്രതിഫലം അത് ആഗ്രഹിച്ചുകൊണ്ട് വഹീന്റെ അടിസ്ഥാനത്തിൽ, ദലീലുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പടച്ച റബ്ബിനെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. വീണ്ടും അദ്ദേഹം പറഞ്ഞു, അത്തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ തർക്കു മഅസിയത്തില്ലാഹ്, അല്ലാഹുവിനോടുള്ള അനുസരണക്കേട് ഒഴിവാക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവനെ അനുസരിക്കാതിരിക്കുക എന്ന പ്രവണത ഒഴിവാക്കുകയും റബ്ബിനെ അനുസരിക്കുകയും ചെയ്യുക. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലാഹു പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒഴിവാക്കുക, അതാണ് തഖ്വ. പക്ഷേ അതിനും ഒരു മാനദണ്ഡമുണ്ട്. എന്താണത്? അലാ നൂരിൻ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ, ദലീലുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. അങ്ങനെ മാറി നിൽക്കുമ്പോൾ നമ്മളുടെ മനസ്സിലെ വികാരം എന്താണ്? ജനങ്ങൾ കാണുമെന്നാണോ? നാട്ടുകാർ കാണുമെന്നാണോ? ആളുകൾ അറിയുമെന്നാണോ? അല്ല. അങ്ങനെയാണ് വികാരമെങ്കിൽ അതിന് തഖ്വ എന്ന് പറയില്ല. പിന്നെയോ മഖാഫത അദാബില്ലാഹ്, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക, വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വ്യക്തമായ ദലീലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. ഈ സ്വഭാവങ്ങളുടെ കോമ്പിനേഷനാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത് എന്ന് മഹാനായ തൽഖ് ഇബ്നു ഹബീബ് റളിയല്ലാഹു തആല അൻഹു തഖ്വയെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. ഇപ്രകാരമുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുന്നതെന്തോ അതാണ് സൗം, അതാണ് നോമ്പ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, തഖ്വ മനുഷ്യന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളെ സ്പർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളെ ഒരു പ്രഭാഷണം എന്നതിലുപരി, ഒരു പ്രസംഗം എന്നതിലൊരു ഉപരി നിങ്ങൾ ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും നിങ്ങൾ ഇതിനെ നോട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്.
ഒരു പ്രഭാഷണം എന്നതിലുപരി ഒരു ക്ലാസ് കേൾക്കുന്ന ഒരു മൂഡിലായിരിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരികളും ഈ സദസ്സിൽ ഇരിക്കേണ്ടത്. തഖ്വ മനുഷ്യന്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒന്ന്, അവന്റെ ഹൃദയം. 2, അവന്റെ വാക്ക്. 3, അവന്റെ ശരീരം കൊണ്ടുള്ള അവന്റെ പ്രവർത്തനങ്ങൾ. ശരീരം കൊണ്ടുള്ള അവന്റെ പ്രവർത്തനങ്ങൾ. ഹൃദയവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ. തഖ്വ ഉണ്ടാവേണ്ടത് എവിടെയാണ്? ഹൃദയത്തിലാണ്. ഭക്തി ഉണ്ടാവേണ്ടത് ഹൃദയത്തിലാണ്. പടച്ചിറപ്പിനെ ഭയപ്പെടേണ്ടത് ഹൃദയത്തിലാണ് എന്ന അർത്ഥത്തിൽ തഖ്വ ഹൃദയത്തിൽ ഉണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പഠിപ്പിച്ചു. എന്നാൽ അത് ഹൃദയത്തിൽ മാത്രം കാണേണ്ടതാണോ? അല്ല. സ്വാഭാവികമായും ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ അത് ശരീരത്തിലും ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് തഖ്വയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് എന്ന ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നാവും. അത് ചീത്തയായാലോ ശരീരം മുഴുവൻ ചീത്തയാവുകയും ചെയ്യും. അപ്പോൾ തഖ്വ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ശരീരത്തിൽ മുഴുവൻ കാണാം, അത് പ്രവർത്തനങ്ങളിൽ മുഴുവൻ കാണാം. ചില ആളുകൾ പറയുന്നത് പോലെ എന്റെ നിയ്യത്തും എന്റെ ഉദ്ദേശവും ഒക്കെ എന്റെ ഹൃദയത്തിലാണ്, ഞാൻ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ ഹൃദയവികാരം അല്ലാഹുവിന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകൾ രക്ഷപ്പെടാറുണ്ട്. എന്നാൽ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടോ അത് നിന്റെ ശരീരത്തിൽ കാണപ്പെടും. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു. ഹൃദയം നന്നായാൽ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നന്നായി. വഇദാ ഫസദത്, അത് ചീത്തയായാലോ ഫസദൽ ജസദു കുല്ലു, ശരീരം മുഴുവൻ ചീത്തയായി. അതുകൊണ്ട് നിന്റെ പ്രവർത്തനങ്ങൾ മോശമാണെങ്കിൽ അതിന്റെ അർത്ഥം നിന്റെ ഹൃദയത്തിൽ തകരാറുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ തഖ്വ ഹൃദയത്തിലാണ്, എന്നാൽ അത് ശരീരത്തിൽ മുഴുവൻ കാണപ്പെടൽ അനിവാര്യമാണ്. അപ്പോൾ തഖ്വ ഹൃദയവുമായി ബന്ധപ്പെടുന്നു, അതേ തഖ്വ തന്നെ നമ്മളുടെ ശാരീരിക പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെടുന്നു. തീർന്നില്ല, തഖ്വ നമ്മളുടെ സംസാരവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ നാവുമായി തഖ്വക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നേർക്ക് നേരെയുള്ള വർത്തമാനം പറയുകയും വേണം. സംസാരം ക്ലിയർ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് തഖ്വയുടെ ഭാഗമാണ്. കളവുകൾ ഉണ്ടാവാൻ പാടില്ല, ചതി ഉണ്ടാകാൻ പാടില്ല, ദുരുദ്ദേശങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നേർക്ക് നേരെ നല്ല നിലക്ക് സത്യസന്ധമായി സംസാരിക്കുക എന്നത് തഖ്വയുടെ ഭാഗമാകുന്നു. അതുകൊണ്ടാണ് തഖ്വയിലേക്ക് ചേർത്തുകൊണ്ട് നല്ല സംസാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നേർക്ക് നേരെയുള്ള വർത്തമാനങ്ങൾ പറയുകയും ചെയ്യുക. അപ്പോൾ തഖ്വ എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ഹൃദയവുമായും നമ്മുടെ പ്രവർത്തനങ്ങളുമായും നമ്മളുടെ വാക്കുകളുമായും ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഈ 3 കാര്യങ്ങൾ തഖ്വയാണ് നോമ്പിന്റെ ലക്ഷ്യമെങ്കിൽ, തഖ്വയാണ് റമളാനിന്റെ ലക്ഷ്യമെങ്കിൽ, ഈ 3 കാര്യങ്ങളുമായും റമളാനും നോമ്പും ബന്ധപ്പെട്ടു നിൽക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണല്ലോ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളാണല്ലോ. എന്താണ് ഈമാനിന്റെ പ്രധാനപ്പെട്ട 3 റുക്നുകൾ? ഞാൻ നിങ്ങളും പഠിച്ചിട്ടുണ്ടാകും. ഈമാനിന്റെ പ്രധാനപ്പെട്ട റുക്നുകൾ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അയാളിൽ നിന്ന് ഈമാൻ എടുക്കപ്പെടും.
ഏതൊക്കെയാണത്? ഒന്ന്, ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കൽ, അല്ലെങ്കിൽ തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കൽ, സത്യപ്പെടുത്തൽ ഈമാനിന്റെ ഒന്നാമത്തെ റുക്നാണ്. രണ്ടാമത്തതോ ഖൗലുൻ ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയൽ, വായ കൊണ്ടത് പ്രഖ്യാപിക്കൽ, വായ കൊണ്ട് അത് പ്രഖ്യാപിക്കൽ. ഇത് ഈമാനിന്റെ രണ്ടാമത്തെ റുക്നാണ്. മൂന്നാമത്തതോ വഅമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് കാണിക്കലും, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച് കാണിക്കലും. അപ്പോൾ ഇത് മൂന്നും ഈമാനിന്റെ പ്രധാനപ്പെട്ട 3 റുക്നുകളാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ, ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഈ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ വളരെ ശ്രദ്ധാർഹമാണ്. നമ്മുടെ ഹൃദയം, നമ്മുടെ നാവ്, നമ്മുടെ പ്രവർത്തനം. കാരണം ഈമാൻ സ്ഥാപിക്കപ്പെട്ടത് തന്നെ ഈ കാര്യങ്ങളിലാണ്. ഇനി മതം സ്ഥാപിക്കപ്പെട്ടതോ? എന്താണ് മതം? ഇസ്ലാം എന്ന മതം എന്താണ്? നമുക്കറിയാം പ്രസിദ്ധമായ ഹദീസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന പ്രഗൽഭമായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ നമുക്ക് കാണാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥിയായി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാം എന്താണ് എന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത് പറഞ്ഞത് അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത്, സാക്ഷ്യം വഹിക്കലാണ്. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്റാറുൻ ബിൽ ഖൽബ് വ ഖൗലുൻ ബിൽ ലിസാൻ, ഹൃദയത്തിൽ ഉറപ്പിച്ചതിന് ശേഷം നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണെന്ത്? ഷഹാദത്ത്. ഹൃദയം കൊണ്ട് ഉറപ്പിച്ചതിന് ശേഷം നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാണ് പ്രിയപ്പെട്ടവരെ ഷഹാദത്ത്. അപ്പോൾ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഭാഗം നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ്. ഹൃദയം കൊണ്ട് ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് പ്രഖ്യാപിക്കലാകുന്നു. പിന്നെ പറഞ്ഞ കാര്യങ്ങളോ നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇഖാമത്തുസ് സ്വലാഹ്, 5 നേരം കൃത്യമായി നമസ്കരിക്കൽ, അതുപോലെ തന്നെ സകാത്ത് നൽകൽ, റമളാനിൽ നോമ്പനുഷ്ഠിക്കൽ, പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ, ഇതൊക്കെ നമ്മളുടെ ശരീരം കൊണ്ട് പിന്നെ പ്രവർത്തിക്കേണ്ട ശാരീരികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ ഖൗലുണ്ട്, അവിടെ പ്രവർത്തനവുമുണ്ട്. പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? വമൽ ഈമാൻ, ഈമാൻ വിശ്വാസകാര്യം എന്താണ് എന്നാണ്. അവിടെ ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് പ്രധാനമായി പറഞ്ഞത്. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. അങ്ങനെ തുടങ്ങുന്ന ഈമാൻ കാര്യങ്ങളിലെ 6 കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. മൂന്നാമത്തത് വീണ്ടും ഹൃദയത്തിന്റെ പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട ഇഹ്സാൻ എന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇതാകുന്നു നിങ്ങളുടെ ദീൻ, ഇതാകുന്നു നിങ്ങളുടെ മതം. നിങ്ങളുടെ നാവുകൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ഹൃദയം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമർപ്പിക്കലാകുന്നു മതം. ഇത് പഠിപ്പിക്കാനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അപ്പോൾ മതം നിലകൊള്ളുന്നത് തന്നെ നമ്മുടെ ഹൃദയവും നമ്മുടെ പ്രവർത്തനവും നമ്മളുടെ നാവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈമാനിന്റെ അടിസ്ഥാന സ്തംഭങ്ങളായ 3 കാര്യങ്ങളും നമ്മളുടെ ഹൃദയവും നമ്മളുടെ നാവും നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. തഖ്വയാകട്ടെ ഇത് 3മായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമളാനും ആ റമളാനിലെ നോമ്പും ലക്ഷ്യമിടുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്, നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയാണ്, നമ്മുടെ നാവിനെയാണ്. റമളാൻ ലക്ഷ്യമിടുന്നത്, നോമ്പിന്റെ ഉദ്ദേശം തഖ്വയാണെങ്കിൽ, തഖ്വ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ വാക്കുകളെയും നമ്മളുടെ പ്രവർത്തനങ്ങളെയുമാണെങ്കിൽ വിഷയം ഒരൽപ്പം ഗൗരവമാണ്. അഹ്ലൻ റമളാൻ
സഹോദരങ്ങളെ, അപ്പോൾ പറഞ്ഞു വന്നത്, റമളാനിനെ വരവേൽക്കുന്ന സന്ദർഭത്തിൽ, നോമ്പിനെ വരവേൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ചെയ്തു വരാറുള്ള ഒരു സംഗതി ചെയ്യുന്നു എന്നതിനപ്പുറത്ത് റമളാനിനും നോമ്പിനും ചില മാനങ്ങളുണ്ട്. അത് എന്താണ് എന്ന് പരിശോധിക്കുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ആമുഖമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നോമ്പ് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത് നമ്മളുടെ ഹൃദയത്തെയും നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെയും നമ്മളുടെ നാവിനെയുമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഒരു മുസ്ലിമിന്റെ ഇസ്ലാം, ഒരു മുസ്ലിമിന്റെ ഈമാൻ, ഒരു മുസ്ലിമിന്റെ ഇഹ്സാൻ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളും ഒരേ ഡയറക്ഷനിൽ ആവേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം ഒരു റൂട്ടിൽ, നമ്മളുടെ പ്രവർത്തനം മറ്റൊരു റൂട്ടിൽ, നമ്മളുടെ സംസാരം ഇത് രണ്ടുമല്ലാത്ത വേറൊരു റൂട്ടിൽ. ഇത് ഇസ്ലാം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതല്ല. മറിച്ച് നമ്മളുടെ ഹൃദയം ഏത് റൂട്ടിലാണോ അവിടെ തന്നെ നമ്മുടെ ശരീരം ഉണ്ടാകണം, അവിടെ തന്നെ നമ്മുടെ നാവും ഉണ്ടാവേണ്ടതുണ്ട്. നാവും ഹൃദയവും തമ്മിൽ ബന്ധപ്പെടണമെന്ന് കാണിക്കുന്ന എമ്പാടും തെളിവുകൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും അതുപോലെ തന്നെ ഹദീസുകളിൽ നിന്നും നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ മുനാഫിഖൂൻ, സൂറത്തുൽ മുനാഫിഖൂനിലെ 1-ാമത്തെ ആയത്ത് തന്നെ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ് വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിക്കുകളായ ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയാണ്, നിങ്ങൾ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞെന്താണ്? ഇഖ്റാറുൻ ബിൽ ഖൽബ് വ ഖൗലുൻ ബിൽ ലിസാൻ. ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നാമം കൊണ്ട് പറയണം. എന്നാൽ മുനാഫിക്കുകൾ വന്നിട്ട് പറയുന്ന എന്താണ്? താങ്കൾ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ മറുപടി എന്താണ്? അവർ പറഞ്ഞത് സത്യമാണ്? അല്ല. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. മുനാഫിക്കുകളായ ഈ ആളുകൾ, കപടവിശ്വാസികളായ ഈ ആളുകൾ കള്ളന്മാരാണ്, കളവ് പറയുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യം വഹിക്കുന്നു. ഇവിടെ നിഫാഖിന്റെ ആളുകൾ ഹൃദയത്തിൽ ഇല്ലാത്തതാണ് നാവ് കൊണ്ട് പറഞ്ഞത്, ഹൃദയം കൊണ്ട് ഉറപ്പിക്കാതെയാണ് നാവ് കൊണ്ട് പറഞ്ഞത്, ഹൃദയത്തിൽ വിശ്വാസമില്ലാത്തതാണ് വായ കൊണ്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് നിഫാഖുള്ള, കാപട്യമുള്ള ആളുകൾ എന്നാകുന്നു. അതുകൊണ്ടാണ് നിഫാഖ് എന്ന് പണ്ഡിതന്മാർ നൽകിയ നിർവചനം എന്താണ്? ഇൽഹാറുൽ ഖൈർ വ ഇബ്താനു ശർർ. ഖൈർ പുറത്ത് കാണിക്കുക, ശർർ ഉള്ളിൽ ഒളിപ്പിക്കുക. ഇതാണ് നിഫാഖിന്റെ ഡെഫിനിഷൻ. പുറത്ത് ഖൈർ കാണിക്കുക, ഉള്ളിൽ ഷർറ് സൂക്ഷിക്കുക. ഇബ്താനു ശർർ വ ഇൽഹാറുൽ ഖൈർ. ഷർറിനെ ഉള്ളിൽ ഒളിപ്പിക്കുക, ഖൈറിനെ പുറത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഇല്ലാത്തത് നാവ് കൊണ്ട് പറയുക. അതിനെ ഇസ്ലാമായി അല്ലാഹു അംഗീകരിക്കുന്നില്ല, അതിനെ ഈമാനായി അല്ലാഹു അംഗീകരിക്കുന്നില്ല. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നു നാവുകൊണ്ട് ഞങ്ങൾക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുണ്ട്, എന്നാൽ വമാ ഹും ബിമുഅ്മിനീൻ, അവർ മുഅ്മിനുകളല്ല. എന്തുകൊണ്ടാ? ഹൃദയത്തിൽ ഇല്ലാത്തതാണ് അവർ നാവുകൊണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതെന്താണോ അതായിരിക്കണം നാവിൽ വെളിപ്പെടേണ്ടത്. അല്ലെങ്കിൽ നാവ് കൊണ്ട് നമ്മൾ പറയുന്നത് എന്താണോ അതായിരിക്കണം നമ്മളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഈമാൻ നിങ്ങളോട് മോശമായത് പ്രവർത്തിക്കുവാൻ കൽപ്പിക്കുക തന്നെ ചെയ്യും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ പശുക്കുട്ടിയോടുള്ള ആരാധന ആ പശുക്കുട്ടിയോടുള്ള ആരാധനാഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ ആണ്ട് കിടക്കുന്നു. അതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസമാണ്.
അപ്പോൾ മനുഷ്യനെ ഏതൊരു കാര്യം പറയാനും പ്രവർത്തിക്കാനും പ്രേരിപ്പിക്കുന്നത് അവന്റെ ഹൃദയത്തിലെ വിശ്വാസമായതിനാൽ തന്നെ ഹൃദയവും നാവും തമ്മിൽ ഒരേ ഡയറക്ഷനിലാവണമെന്നും ഒരിക്കലും നാവൊരു സ്ഥലത്തും ഹൃദയം മറ്റൊരു സ്ഥലത്തും ആവാൻ പാടില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സൂറത്തു ആല ഇമ്രാനിൽ അല്ലാഹു നിഫാഖിന്റെ ആളുകളെ കുറിച്ച് പറഞ്ഞത്, യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തതാണ് അവർ നാവുകൊണ്ട് പറയുന്നത്. അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് അവർ നാവുകൊണ്ട് പറയുകയാകുന്നു. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ ഫത്ഹിൽ, യഖൂലൂന ബിഅൽസിനതിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് അവർ നാവുകൊണ്ട് പറയുന്നവരാകുന്നു. അപ്പൊ നാവുകൊണ്ട് പറയുന്നത് ഹൃദയത്തിൽ ഇല്ലാത്തതാണ് നാവുകൊണ്ട് പറയുന്നത്. ഇത് ഇസ്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല, നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളതെന്തോ അതാണ് നാവിൽ ഉണ്ടാവേണ്ടത്. നമ്മുടെ നാവിൽ എന്തുണ്ടോ അത് ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇശാ നമസ്കാരത്തിന് ശേഷം വീണ്ടും ആരംഭിക്കാം. ഇതുപോലെ തന്നെ നാവ് ഹൃദയവുമായി ബന്ധമുണ്ടായിരിക്കണം എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധപൂർവ്വം നമ്മളോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് നാവ് നമ്മളുടെ അമലുമായും ബന്ധപ്പെട്ട് നിൽക്കണം. ഹൃദയവുമായി മാത്രമല്ല, നാവ് നമ്മളുടെ അമലുമായും ബന്ധപ്പെട്ട് നിൽക്കണം. ഒന്നാമത്തെ തെളിവ് സൂറത്തു സ്വഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹ് അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് പറയുന്നത്? പ്രവർത്തിക്കാത്തത് പറയുക എന്നത് അല്ലാഹുവിന് വലിയ ദേഷ്യമുള്ള കാര്യമാകുന്നു. അഥവാ നിങ്ങൾ എന്താണോ അമലാക്കുന്നത് അതാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ എന്താണോ പറയാറുള്ളത് അത് നിങ്ങൾ അമലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ശുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം സൂറത്തുൽ ഹൂദിൽ അദ്ദേഹത്തിന്റെ വാക്ക് അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്, വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻ, നിങ്ങളോട് പാടില്ല എന്ന് ഞാൻ പറയുന്ന വിഷയത്തിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അത് ഞാനും പ്രവർത്തിക്കും, നിങ്ങളോട് പാടില്ല എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് ഞാനും വിട്ടുനിൽക്കും. ഇങ്ങനെ എന്റെ നാവും എന്റെ വർത്തമാനവും എന്റെ പ്രവർത്തനവും ഒരേ ഡയറക്ഷനിലായിരിക്കും. വാക്ക് ഒരു ഭാഗത്ത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്റെ പ്രവർത്തനം. വാക്ക് ഒരു ഭാഗത്ത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഹൃദയത്തിന്റെ ഭാവം. ഇങ്ങനെ ഹൃദയം ഒരു സ്ഥലത്ത്, നാമൊരു സ്ഥലത്ത്, മനുഷ്യന്റെ ശരീരം മറ്റൊരു സ്ഥലത്ത്. ഇങ്ങനെയാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നാവും ഹൃദയവും, നാവും അമലും, അഥവാ ഹൃദയവും നാവും അമലും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് എല്ലാറ്റിനെയും ഒരു കറക്റ്റ് വേയിൽ, ഒരേ വഴിയിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിന്റെ പേരാണ് നോമ്പ്. അത് തന്നെയാണ് റമളാൻ, അത് തന്നെയാണ് മദൻ, അത് തന്നെയാണ് ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇശാ നമസ്കാരത്തിന് ശേഷം സംസാരിക്കാം. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.